കുറച്ച് നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് ആലപ്പുഴയിൽ പോയി അവിടുത്തെ സീ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ 8:50 ട്രെയിന് തന്നെ എറണാകുളത്ത് നിന്ന് കയറി. ഇതാണ് എൻ്റെ ഫ്രണ്ട് അന്ന. അപ്പോൾ അവളുടനെ ജർമ്മനിക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വലിയ വലിയ പ്ലാനിങ്സ് ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. ഗോവയിൽ പോകണം, പോണ്ടി പോകണം ഒരുമിച്ച്. പക്ഷേ അതൊന്നും നടന്നില്ല. നടന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴയെങ്കിൽ ആലപ്പുഴ 9:15 ട്രെയിൻ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്കും 10:41. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിൻ ആലപ്പുഴ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയാണ് എക്സിറ്റ്, എവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറേ തപ്പി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഓട്ടോയൊക്കെ എടുത്ത് നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. അപ്പോൾ ഒരു റെയിൽവേ ക്രോസിൽ കുറച്ച് നേരം നമുക്ക് പോസ്റ്റ് കിട്ടി, ഒരു 1 hour പോസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ സൈഡിൽ കാണും നമ്മുടെ ആലപ്പുഴ ബീച്ച്. അപ്പം നമ്മുടെ സ്റ്റേ ചൂസ് ചെയ്തത് ഹോസ്റ്റൽ ആലപ്പിയായിരുന്നു. ഇതാകുമ്പോൾ ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കാൻ 2 മിനിറ്റ് പോലും ഇല്ല. പിന്നെ ഫുള്ളൊരു ഗ്രീനറി അറ്റ്മോസ്ഫിയറാണ്. ചൂടത്തു നിന്നൊക്കെ വന്നാൽ ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ ഒരു എസ്തെറ്റിക് വൈബിലായിട്ട് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടി ഒരു ബ്രഞ്ചായിട്ട് ഹെവി ആയിട്ട് നമുക്ക് ഷാപ്പിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ചെറിയൊരു മേക്കപ്പ് ഇട്ട് നമ്മൾ ഇറങ്ങി. അപ്പം ഞാനും തന്നെ ചുമ്മാ ഓരോ ഔട്ട്ഫിറ്റ്സൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഷാപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് ഓട്ടോ വിളിച്ചാലും ഇവർ മിനിമം 100 തന്നെയായിട്ട് പറയുക. അപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ ബോട്ട് എടുത്താണ് ഷാപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈ കായൽ യാത്രയാകും, ഒരു ബോട്ട് എക്സ്പീരിയൻസ് ആകും, എല്ലാം ആവും. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ ബോട്ടാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ ലക്ഷറി ബോട്ടൊന്നുമില്ല, ഇവർ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇതാകുമ്പോൾ മിനിമം 35 രൂപയുള്ള ഒരാൾക്ക്. അപ്പോൾ നമ്മളതിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിരിക്കുക. അതും ഇങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ സൈഡിൽ ഷിക്കാര ബോട്ട്സ് ഉണ്ട്, ഹൗസ് ബോട്ട്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല റേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്ത് നെടുമുടിക്ക് പോകാനാണ്. അപ്പം ഇങ്ങനെ തൊട്ടടുത്തടുത്ത് ജെട്ടികളിൽ നിർത്തിയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ നെടുമുടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഷാപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ആദ്യമായിട്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ കയറിയതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കി ഇവരെന്നെ കാണിക്കുന്നത് എന്നുള്ള സെറ്റപ്പ്. നമ്മൾ ബോട്ട് എടുത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കായലിലേക്കൂടെ. പിന്നീടാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, നെടുമുടിയിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന്. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കയറിയ ആദ്യത്തെ ആ ഒരു ഇതൊന്നുമില്ല. പിന്നെ പൈക്ക് ഞാനൊരു ഉറക്കമൊക്കെ ആയി. 1/4 മണിക്കൂർ, എത്ര മണിക്കൂറാ? 1/4 മണിക്കൂർ ശേഷം ഞങ്ങളങ്ങനെ നെടുമുടി എത്തി. ഇവിടെ നമ്മളിനി അങ്ങോട്ട് പോകണ്ട, കഴിഞ്ഞിരിക്കാൻ ഈ ഓട്ടോ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ നമ്മൾ നെടുമുടിയിൽ നിന്ന് ഓട്ടോ എടുത്തിട്ട് ആറ്റുമുഖം ഷാപ്പിലോട്ടാണ് പോകുന്നത്. അതും 100 രൂപ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആറ്റുമുഖത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻകറികൾ, കപ്പ, കാച്ചിൽ പുഴുങ്ങിയത്, അങ്ങനെ ഒരു ഇന്ന സാധനങ്ങൾ ഇതെല്ലാം നമുക്കിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കാം, നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാവരും തന്നെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം, കണ്ട് എടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി ആകെ നമുക്ക് കൺഫ്യൂഷനായി പോയി. ആ ചേട്ടൻ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇതെടുക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്, എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഞങ്ങളിത് ഈ ഹെവി മീലിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത്. സോ അതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാന്താരി കള്ളും മുന്തിരി കള്ളും ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞ് പാലപ്പം വന്നു, കള്ളപ്പം വന്നു, താറാവ് റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, ചോറ്. ഇത്രയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അന്നയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ കള്ളപ്പമായിരുന്നു. കള്ളപ്പവും താറാവ് റോസ്റ്റും എൻ്റെ ടേസ്റ്റായിരുന്നു. പിന്നെ പാലപ്പവും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചോറ്, കൂന്തൽ, കണവ എല്ലാം നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. കണ്ടോ, ഈ നെൽപ്പാടങ്ങളുടെ സൈഡിലിരിക്കുന്നതാണ് നമ്മുടെ ആറ്റുമുഖം കള്ള് ഷാപ്പ്. അകത്തിങ്ങനെ ഓരോ ഹട്ടായിട്ടാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് മടുത്തു. അപ്പോൾ ബോട്ട് കയറി ബസ് പിടിച്ചൊന്നും പോകാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഹോസ്റ്റൽ വരെ ഓട്ടോ വിളിക്കായിരുന്നു. 400 സംതിങ് ആയി, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സൈഡിൽ പ്രകൃതി ഭംഗി, ഈ നെൽപ്പാടങ്ങളും കനാലൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ചെറിയ മയക്കത്തിലാണ് നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയത്.
6 മണിയായപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബീച്ച് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ആലപ്പുഴ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബീച്ച് ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഫുഡിൻ്റെ ക്ഷീണത്തിൽ നന്നായിട്ട് കിടന്ന് മയങ്ങിപ്പോയി. അതുകൊണ്ട് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ചാടിക്കുട്ടി ഇറങ്ങിയതാണ്. പിന്നെ എന്താ, ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചു. പക്ഷേ അത്ര ഒന്നും നടന്നില്ല. എന്നാലും ഒരെണ്ണമൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. പിന്നെ കുറേ നേരം ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നവോദയൻസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാൻ കുറേ ഉണ്ടാവും. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്നായാലും ഈ ഒരു നല്ല ആംബിയൻസ് ഒക്കെ അല്ല, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും റീൽസ് എടുക്കാം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു റീൽസൊക്കെ എടുത്തു. രാത്രി ഉണ്ടല്ലോ ഈ ഹോസ്റ്റലിൻ്റെ ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഒരു പീസ്ഫുൾ കാമായിട്ടുള്ളൊരു ആംബിയൻസൊക്കെ ആയിരുന്നു. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് എപ്പോഴോ പോയി കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം 6:24 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ കയറി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ ചെറിയ ആലപ്പുഴ ട്രിപ്പ്. അതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. ഒരു സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന ട്രിപ്പാണ്. ഹോസ്റ്റലിൻ്റെ വ്ളോഗ് ഞാൻ അല്ലാണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.